ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറിനും നടുക്കുള്ള ഒരു ദ്വീപിലാണ്. ഇവിടെ 8ഓളം ദ്വീപുകൾ, ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. ഇവിടെ കൂടുതലും കണ്ടൽക്കാടും മത്സ്യകൃഷിയും ഒക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഞങ്ങളിന്ന് രാവിലെ വീട്ടിൽ നിന്ന് 5 മണിക്ക് തിരിച്ചതാണിത്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടൊരു അരമണിക്കൂർ ആവേ ഉള്ളൂ. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഈ സ്ഥലമാണ് നിങ്ങൾക്കറിയണ്ടേ? ഈ സ്ഥലമാണ് മൺട്രോത്തുരുത്ത്, കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ ഉള്ള ആളെ കണ്ടോ? ഇതാണ് എൻ്റെ മക്കു. ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് വന്നത്. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, അത് ഞങ്ങളിവിടെ വന്നിറങ്ങി. അതുകൊണ്ട് ഇവിടെ ഒരു കുട്ടവഞ്ചിയെ കിടപ്പുണ്ട്. പോവാം. ഒരു കുട്ടവഞ്ചിയെ കിടപ്പുണ്ട്. കുട്ടവഞ്ചി ഞങ്ങൾ റേറ്റ് ചോദിച്ചേട്ടോ. റേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് അരമണിക്കൂറിന് 300 രൂപ എന്ന് പറഞ്ഞു. നമുക്ക് അരമണിക്കൂർ പറ്റില്ല, 1 മണിക്കൂറെങ്കിലും വേണം. 1 മണിക്കൂറിന് 600. വള്ളം പോകാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഈ ചെറിയ ചെറിയ തുരുത്തുകളിലും ഈ വള്ളം പോകാത്ത ചെറിയ പാലത്തിന്റെ ക്രോസിംഗ് ഒക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. വള്ളത്തിന്റെ റേറ്റ് നമ്മൾ ചോദിച്ചില്ല കേട്ടോ. വള്ളത്തിന്റെ റേറ്റ് അത് മണിക്കൂറിന് 500 എന്നാണ് പറഞ്ഞത്. അത് ചിലപ്പം ഇനി കൂടുകയോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, നല്ല രസമുണ്ടല്ലേ? ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ, ഒരുപാടുണ്ട്. ഒരുപാട് വള്ളങ്ങൾ കിടപ്പുണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? ഇത് കണ്ട, ഇതിവിടെ സോളാറും ഇതൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഇത് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് കാലാവസ്ഥയുടെ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണെന്ന് പറയും. ഇത് കണ്ട, ഇതിവിടെ നെറ്റ് അടിച്ചിട്ട് കണ്ട, ഇതൊക്കെ മീനൊക്കെ വളർത്തുന്നതാണ് ഇവിടെ. ഇത് ഈ ദ്വീപിൻ്റെ ഒരു സൈഡിലാണ്. കണ്ട, സൈഡിൽ ഇവരെല്ലാം 4 സൈഡിലും നെറ്റൊക്കെ കെട്ടി മീൻ വളർത്തുന്നതാണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ഈ തുരുത്തിന് മൺട്രോ തുരുത്ത് എന്ന് പേര് ലഭിച്ചത്. കൊല്ലത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട് ഈ തുരുത്തിലെത്താൻ വേണ്ടി. ഇവിടെ ഏറ്റവും കൂടുതലും മത്സ്യകൃഷിയാണ് കൂടുതലുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചു തരാം. മത്സ്യകൃഷി, കയറ് പിരിവ്, ഇതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഞങ്ങളിവിടെ കുറച്ച് നടന്നു വന്നിട്ട് ഇവിടെ ഒരു ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, വള്ളത്തിന് വേണ്ടി. വള്ളത്തിൻ്റെ ആളിപ്പം വരും. അപ്പം ഞങ്ങളൊരു ലെമൺ വാങ്ങിച്ചു, സോഡ ലൈം. താറാക്കൂട്ടം, അതിൻ്റെ ബാക്കിൽ തന്നെ പുളക്കോഴി. എന്ത് രസമാണ്. നമ്മൾ നേരത്തെ വന്ന സാധനം ഇവിടെയാണ്. എടാ, ഇതൊക്കെ മീൻ വളർത്തുന്നതാണോ? ഇത് കരിമീൻകുളം. ഇത് ചേട്ടൻ പറയുന്ന കരിമീൻകുളം. നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് അതേ കെട്ടിയിട്ടിരിക്കുന്നതാണ്. കരിമീൻ വളർത്തുന്നത്. ഇവിടെ ആഴില്ല. ഇവിടെ ആഴം കുറവാണ് കേട്ടോ. ഒരുപാട് ആഴം കുറവാണ് ഇവിടെ. വെള്ളം എങ്ങനെയാണ് ആഴം? അങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഇത് റോഡായിരുന്നു.
ഇങ്ങനെ പോയിരുന്നു വലിയ വെള്ളം കയറിയതാണോ? അപ്പുറം കായലിന്റെ ഇറിഗേഷൻ ഫണ്ടായിരുന്നു ചേട്ടനെല്ലാം പോവാൻ ഈ കായൽ കയ്യേറിയ സമയത്ത് ഫണ്ടുകളെല്ലാം മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഫണ്ടുകളെല്ലാം ചേട്ടൻ പറയുന്നത് ഇവിടെ ഇതുവഴി റോഡായിരുന്നാ പറയുന്നത്. പിന്നെ ഇല്ലേ, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അടുത്താണ് മരം നിൽക്കുന്നത്. ഓ, അത് നടുക്കാണോ മരം നിൽക്കുന്നത്? ആ മതി. ഓ, മരം കാണിച്ചത്. ഇതുണ്ടോ ഈ മരം കണ്ടോ? ആ കുട്ടി ഇറങ്ങി നിൽക്കുന്നതാണ്. ആ, നമുക്കവിടെ ഒന്ന് ഇറങ്ങണം. ഞാൻ ഇറങ്ങട്ടാ. ഞാനില്ലേ ചാടിക്കോ, ചാടിക്കോ. ജഗതി പറയാൻ പറ്റില്ല, ചാടിക്കോ. എന്റെ അമ്മച്ചി. ഇവിടെ ആ, പുറകിൽ തന്നെയാണ്. നമ്മളെ പിടിച്ചു. ഇത്രയും ലക്ഷോപലക്ഷം ജനങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. 3 മണി കഴിയുമ്പോൾ ഇവിടെ ജനം ആള് വരും, വലിയ ഒരുപാട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും. ആള് വരും. അടുത്തടുത്തടുത്തടുത്തടുത്ത ആ, നമുക്ക് സ്വാതന്ത്ര്യം കാണത്തില്ല ഒന്നിനും. ആ, ചേട്ടൻ പറയുന്നത് 3 മണിക്കൊക്കെ ഇവിടെ നല്ല വൈകുന്നേരം നല്ല ആൾക്കാർ വരുമെന്ന് അവിടെ. ഞങ്ങളിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. കൂടുതൽ ഞങ്ങൾ ചേട്ടൻ നമ്മളെ വെള്ളത്തിൽ കൊണ്ടുവന്ന് ചേട്ടൻ താങ്ങിക്കുന്നു. കാരണം ഇവിടെ ഒറ്റയ്ക്കുള്ളൊരു നിൽക്കുന്നുണ്ട്. വാ, ഒരു ചെറിയ മരം നിൽക്കുന്നു. വാ, വാ, ഇവിടെ ഹൈറ്റ് ഉണ്ട്. വാ, ഹൈറ്റ് ഉണ്ട്. വാ, കൊല്ലത്ത് വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വരുക നല്ലതായിട്ട് എൻജോയ് ചെയ്യുക അല്ലേ? അത് പാറ, ഇത് എൻ്റെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാ. ഇവിടെ നല്ല പാറ വെച്ചിട്ടുണ്ട് ഇവിടെ. ആ, ഇല്ലില്ല, അതിൻ്റെ അങ്ങോട്ട് പോകണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. മരം ഇളകി നിൽക്കുന്നതാണെന്നാണ് ചേട്ടൻ കാണിച്ചത്. പണ്ട് ഇവിടെ റോഡായിരുന്നു, ഈ മരം ഇളകി നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇതുവരെ വെള്ളമുണ്ട് കണ്ട. അവിടെ നിന്നൊരു വെള്ളത്തിൻ്റെ ഒരു പാട്ടിൽ എങ്ങനെയുണ്ട് മക്കൂട്ടി? അടിപൊളി. കൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് വരലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിയതാണ് രാവിലെ. ഞാൻ 4 മണിക്ക് അടിച്ച് എളിപ്പിക്കുക. അയ്യോ, എൻ്റെ പുള്ളി ഇവിടെ അങ്ങോട്ട് മൊത്തം നനഞ്ഞു. ഇനി ചേട്ടൻ പറയുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചേട്ടൻ വെള്ളം കൊണ്ട് ഇതെല്ലാ സ്ഥലങ്ങളിലും കാണിച്ചു തരാം. ഞാൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തേക്കാം. ജയരാഘവെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ നമ്പർ ഫിൽ ചെയ്ത് എനിക്കൊരു 3-4 ചോട്ട് ആ സമയത്ത് കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു. ആ, ഞാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ താഴെ കൊടുത്തേക്കാം ചേട്ടൻ നമ്പരും. ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളതിൽ വിളിച്ചാൽ ചേട്ടൻ ഇവിടെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കറങ്ങി കാണിച്ചു തരാം. ഇവിടെ തൊട്ടടുത്തൊരു കൊല്ലത്ത് നിന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷനുണ്ട്, മൺട്രോത്തുരുത്ത്. പക്ഷേ അവിടെ എല്ലാ ട്രെയിനും നിർത്തില്ല. ലോ പാസഞ്ചർ ട്രെയിൻ മാത്രമേ നിർത്തുള്ളൂ. അതിൽ പാലരുവി നിർത്തുന്നുണ്ട്, പിന്നെ മെമു ട്രെയിന്, പിന്നെ വേറെ ഏതോ ഒന്നുകൂടെ ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഗുരുവായൂർ ഇൻഡർസിറ്റി അവിടെ നിർത്തുമെന്ന് തോന്നുന്നു. ഇത് 2-3 ട്രെയിൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു 3 കിലോമീറ്ററും കൂടെ ഉണ്ട്. അതാണ് ആർച്ച്.
എന്നിട്ട് അവർ ഒരു പാത്തി അങ്ങോട്ട് കയറുന്നുണ്ട് കണ്ടോ. പിന്നെ അതിനകത്ത് നമുക്ക് കയറാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെയൊക്കെ നല്ല താഴ്ച ഉണ്ടല്ലോ ഏട്ടാ. ഇല്ല, നമ്മൾ അവിടെ നിന്ന പോലെ ഉള്ളൂ. നടന്നു വരാം. ഓ ഓ ഓ, കല്ലുമേക്കായൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആ ആ ഓ ഓ അതെ അതെ. ആ പക്ഷേ അതെ അതെ. ചേട്ടൻ പറയുന്നത് ഇവിടെ കല്ലുമ്മിക്കായും പിന്നെ അടിയിൽ കുറച്ച് പാറയൊക്കെ ഉണ്ടെന്നാണ്. നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇറങ്ങാനുള്ള ഇതേ ഉള്ളൂ എന്ന് ചേട്ടൻ പറയുന്നത്. മൺട്രോത്തുരത്തിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റാണ് കേട്ടോ ഇത്, ഈ ആർച്ച് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ 2-3 ആർച്ച് ഉണ്ടല്ലോ. അത് മാത്രമേ ഉള്ളല്ലേ ആർച്ച്? അതാണ് മെയിൻ ആർച്ച്. ഇതിൻ്റെ അകത്തോടെയും വരാം. 1 2 3 ഉണ്ട്. മെയിൻ ആർച്ച് എന്ന് പറയുന്നത് ഇതാ. നല്ല തണുപ്പ്. ഒരു തണലുള്ള സ്ഥലത്ത് കയറി. അടിപൊളി. നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്, നല്ല രസമുണ്ട്. വീട്ടിൽ ഇരുന്നെങ്കിൽ മിസ്സായനെ അല്ലേ? ഞാൻ വരണില്ലെന്ന് വിചാരിച്ചാണ്, പക്ഷെ അന്ന് വരേണ്ട ഒരു സന്തോഷമാണ്. ചേട്ടൻ പറഞ്ഞു തന്നെ ഇവിടെ ഒരു വില്ലേജ് ടൂറിസം എന്നുള്ളൊരു പരിപാടി ഉണ്ടെന്ന്. അതിപ്പോഴില്ല. അതിപ്പോഴല്ല. ഇവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അത് ഓപ്പണിങ് ആവുള്ളൂ. ഇത് നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട പാലമാണ്. പിന്നെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകും. അത് നല്ല അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വേണ്ട, തല തട്ടില്ല. അയ്യോ, തല പൊക്കിയാൽ തട്ടും. കൈയും സൈഡിൽ വയ്ക്കാതെ സൈഡിൽ വെച്ചാൽ തട്ടും. നിഷ വെള്ളത്തിൽ കിടന്നു. നമ്മളിവിടെ അല്ല വന്നേ. അങ്ങനെ നമ്മുടെ മൺട്രോത്തുരത്തിലൂടെയുള്ള വള്ളത്തിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. യാത്ര അവസാനിക്കുന്നില്ല. യാത്ര ഇനി ഞങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഇവിടെ കറങ്ങാനുണ്ട്. വള്ളത്തിലൂടെയുള്ള യാത്ര ഇനി ഇവിടെ അവസാനിക്കുകയാണ്. ഹായ്, യാത്ര എങ്ങനെയുണ്ട്? സൂപ്പറായി. ഞാനിതാ ഇവിടെ വന്നപ്പോഴേ എൻ്റെ ചേട്ടൻ ഒരു കക്ക പറക്കുന്നതാണ്. അപ്പൊ മറ്റേതെടുക്കണേ അത്ര പ്രശ്നമില്ല. കല്ലുമേക്കായ നനഞ്ഞിരിക്കുമ്പോഴേ ഈ മുറിവിന്റെ അറിയാൻ പറ്റത്തില്ല. നേരെ പറഞ്ഞ് നമ്മളിപ്പോ ഒരു അരമണിക്കൂർ കയറി ഇരുന്ന് ഈ കൈ ഉണങ്ങി കഴിയുമ്പോ ഇത് മൊത്തം പൊളന്ന് പിന്നെ നമുക്ക് എരി ഒന്നും തൊടാൻ പറ്റത്തില്ല. പിന്നെ സ്പൂൺ വെച്ച് ഇത് പ്രത്യേക സ്ഥലത്തെ കാണുള്ളൂ, അത് എല്ലായിടത്തും കാണും? എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഈ വർഷം നമുക്ക് വീണില്ല. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് ഈ കക്ക എന്ന് പറയുന്നത്. അത് തന്നെട്ടാ, ഇത് എല്ലായിടത്തും കാണും? അതാ ഈ ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ? അതായത് എല്ലാ ഭാഗത്തും വീഴും, ശരിക്കും വീഴും. പക്ഷെ അത് നമ്മുടെ സീസൺ. ഇപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത കാലത്ത് ഇപ്പൊ നമ്മളൊരു മഴ വന്നില്ലേ, മഴ വന്നപ്പോ നമ്മള് കലക്കൽ വരും. ഈ ആറ്റിൽ നിന്ന് വരുന്ന വെള്ളം കലയുടെ ആറ്റിൽ കൂടെ വരുന്നതും പിന്നെ കിഴക്ക് ഈ കുതിരമനം വരുന്ന വെള്ളം വരും. ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നന്മള്ളം വന്നു കഴിയുമ്പോ ഈ സാധനം ചത്തു. കലക്ക വെള്ളത്തിലെ ഇത് ഉപ്പുള്ളതിലാണ്. നമ്മള് കടലിൽ നിന്ന് കയറി അഷ്ടോടി കായലിന്റെ ഇത് 8 ദിശയില്ല അങ്ങോട്ട് ചെയ്തിട്ടുള്ള. അഷ്ടോടി കായൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പാട്ട് കേട്ടില്ലേ, 8 ദിശയാണ്. അഷ്ടമുടി കായലിൽ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലേ, എന്ന് പറഞ്ഞാൽ 8 ദിശ കയറുന്നതാണ് അഷ്ടോടി കായൽ. അത് പറഞ്ഞാൽ നമ്മുടെ കടലിൽ നിന്ന് നേരെ കയറുന്ന ഭാഗമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിലെ പൊഴി പോലെ, അല്ലെ പരവൂര് പൊഴി പോലെ. യാത്ര കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ എടുത്ത് ബോട്ട് സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഡച്ചുകാർ സ്ഥാപിച്ചൊരു പള്ളിയുണ്ട്. 1878 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചൊരു പള്ളിയാണത്. കേരളത്തിലെ ഏറ്റവും വലിയ പഴയ പള്ളിയാണത്. അതാണ് ആ കാണുന്ന പള്ളി.
ഈ മൺട്രോത്തുരുത്തിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷൻ അടുത്തു നിന്നുള്ള ഒരു വ്യൂ ആണിത്. അവിടെ നിന്ന് ട്രെയിൻ വരുന്നതാണ്. പക്ഷേ ഇവിടെ ഇതിന് സ്റ്റോപ്പില്ല, ലോക്കലിന് മാത്രമേ ഉള്ളൂ. മൺട്രോത്തുരുത്തിലെ ഈ വിശേഷങ്ങളും ഈ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.